മുഖവിലക്കെടുക്കും. അച്ഛനെയും അമ്മയെയും ആദരിക്കുന്ന ആളുകൾ അച്ഛന്റെയും അമ്മയുടെയും വാക്കിനെ ഗൗരവകരമായി അതിനെ കണക്കിലെടുക്കും. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഈമാനു ബിദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈമാൻ എന്ന് പറഞ്ഞാൽ 70-ൽ പരം ശാഖകൾ ചേർന്നതാണ്. പ്രവാചക തിരുമേനിയുടെ ശ്രേഷ്ഠമായ വചനമാണ്. ഒരാൾക്കും നിഷേധിക്കാനാവാത്ത കൃത്യമായ തെളിവുമാണത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഈമാനു ബിദുൻ, 70-ൽ പരം ശാഖകൾ ചേർന്ന ഈമാൻ. അഫ്ളൽ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ആശയമാണ്. വ അദിനാഹാ ഇമാതത്തുൽ ലദാ അനിത്വരീഖി സദഖ. റസൂലുള്ളാഹി പറയാണ്ട് വ അദിനാഹാ ഇമാതത്തുൽ ലദാ അനിത്വരീഖി സദഖ. ഇത് നിഷേധിക്കാൻ സമസ്തക്കാർക്ക് കഴിയില്ല, ഇത് നിഷേധിക്കാൻ NDF-കാർക്ക് കഴിയില്ല, ഇത് നിഷേധിക്കാൻ സോളിഡാരിറ്റിക്ക് കഴിയില്ല. ഇപ്പൊ റോട്ടിലൂടെ വമ്പിച്ച പ്രകടനം, വാഹനങ്ങളൊക്കെ ബ്ലോക്കാക്കി പാലക്കാട് സോളിഡാരിറ്റിയുടെ പ്രകടനം. പല കാലത്തും കേരളത്തിൽ കോഴിക്കോട് നടത്തിയിട്ടുള്ള ഈ അടുത്ത കാലത്തെ പ്രകടനങ്ങൾ റോഡ് മണിക്കൂറുകളോളം ബ്ലോക്കാക്കുക. ആ ബ്ലോക്ക് ആക്കുന്ന ആ സന്ദർഭത്തിൽ നിങ്ങൾ ഈ ഹദീസ് ഒന്ന് ഉദ്ധരിച്ചു നോക്ക്. ഈ ഹദീസ് സഹിയാണോ? ആ സഹിയാണ്. പ്രവാചകന്റെ വചനമാണോ? ആ പ്രവാചകന്റെ വചനമാണ്. ഈ മാർഗതടസ്സം ഉണ്ടാക്കണം എന്നാണോ ഹദീസ്? ഉണ്ടാക്കരുത് എന്നാണോ ഹദീസിലുള്ളത്? പ്രവാചക വചനത്തിലുള്ളത് ഉണ്ടാക്കരുത് എന്നാണ്. അപ്പൊ ഇതോ വളരെ ലളിതമായി ഇപ്പൊ ഫ്രീഡം പരേഡ് നടത്തുക, 3 മണിക്കൂറാണ് റോഡ് ബ്ലോക്ക് ചെയ്യുന്നത്. 5-6 മണിക്കൂറുകളോളം മൊത്തം ബ്ലോക്കാണ്. ആ ദിവസം തന്നെ മനുഷ്യന് മോശമാണ്. ഇന്ന് ഫ്രീഡം പരേഡ് എടുക്കുന്ന ദിവസമാണ്, കൺട്രോൾ വെക്കണം റോട്ടിൽ. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന റോഡ് ബ്ലോക്ക് ചെയ്യരുത്, ആളുകൾക്ക് യാത്രാക്ലേശം ഉണ്ടാക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നബി പറഞ്ഞു, വഴിയിലിരിക്കുന്നവർക്ക് ചില ബാധ്യതകളുണ്ട് എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർ, ആളുകൾക്ക് യാത്രാ തടസ്സം ഉണ്ടാക്കരുത്, ആളുകൾക്ക് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകരുത്, നിങ്ങൾ സദാചാരം കൽപ്പിക്കണം, ദുരാചാരം വിരോധിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ ആളുകളെ സഹായിക്കണം, വഴി ബ്ലോക്ക് ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ചെറിയ ലളിതമായ, എന്തുകൊണ്ട് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുക്കുന്നു എന്ന് വെച്ചാൽ ഏറ്റവും ലളിതമായ ഒരു പോയിന്റാണ് ഈ പറഞ്ഞത്. അവിടെ നമ്മൾ കാണുന്നത് മതം മനുഷ്യനെ പഠിപ്പിച്ചത് റോഡ് ബ്ലോക്ക് ചെയ്യരുത് എന്നാണ്. അത് 1 മിനിറ്റ് ചെയ്താലും 1.5 മണിക്കൂർ ചെയ്താലും ഒക്കെ ഇസ്ലാമിന് കണക്കാണ്. റസൂലുള്ളാഹി പറയാണ്, റോട്ടിലൂടെ പോകുമ്പോൾ ഒരു കല്ല് റോഡിന്റെ നടുവിലുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാനാണ് മുഅ്മിന്റെ ലക്ഷണം. അതാണ് ഈമാൻ എന്നാ പറയുന്നത്, അല്ലാതെ വഴി തടസ്സം ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി ജനിച്ച അന്ന് തന്നെ എത്ര ധിക്കാരപുരം. നോക്കൂ, ഒരു സമൂഹം പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുന്നത്? പ്രവാചകൻ വിലക്കിയ റോഡ് ബ്ലോക്ക് എന്ന് ആ ബ്ലോക്ക് സൃഷ്ടിച്ചുകൊണ്ട് നബിയെ സ്നേഹിക്കുന്നു. നബി പറഞ്ഞതിന് നേരെ എതിര് ചെയ്തുകൊണ്ട്. നോക്കൂ, ഇമാതത്തുൽ ലദാ അനിത്വരീഖി സദഖ എന്ന ഹദീസ് പഠിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. പക്ഷേ ഒരിക്കൽ പോലും നബിദിനം നടത്തിയില്ലല്ലോ. അത് സമസ്തക്കാരും അംഗീകരിക്കുന്നു, നടത്തിയിട്ടില്ല. എന്തുകൊണ്ട്? ദീനായിരുന്നു ആ കാര്യമെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് ആ കാര്യം വിട്ടുകളയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്? ഒരു നിസാരമായ നഖത്തിന്റെ വലുപ്പത്തിലുള്ള ഒരു നന്മയാണെങ്കിലും ഒഴിവാക്കാത്ത മഹാനായ സഹാബി. വമ്പിച്ച പുണ്യമുള്ള ഒരു കാര്യമായിരുന്നു നബിദിനവും റാലിയുമെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ മുജാഹിദുകളെ വിമർശിക്കുകയെ എതിർക്കെ കൊഞ്ഞനം കുത്തിയെ സലാം പറയാണ്ടൊക്കെ ഒക്കെ ചെയ്തു. ഇവിടെ എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെയുണ്ട്. അവരോട് മിണ്ടാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരോട് സലാം പറയാൻ പാടില്ല, ഒരു കല്യാണത്തിന് ക്ഷണിച്ചാൽ പോകാൻ പാടില്ല. പക്ഷെ മുസ്ലിയാക്കന്മാരൊക്കെ വന്ന് പള്ളർച്ചം തിന്നലുണ്ട്, കിതാബിലില്ല. കിതാബിൽ അത് പാടില്ല എന്നാണുള്ളത്. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ പോയിന്റ് നിങ്ങൾ വളരെ കൃത്യമായി ഒന്ന് ചിന്തിക്കേണ്ടതാണ്. വഴി തടസ്സപ്പെടുത്തരുത് എന്ന് മതം പറയുന്നു, ഇസ്ലാം പറയുന്നു, പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്നു, സഹാബികൾ. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഖിലാഫത്ത് കാലഘട്ടത്തിൽ 10 റബീഉൽ അവ്വൽ വന്നു, 10 നബിദിനം വാദപ്രകാരം വന്നല്ലോ. പക്ഷേ ഒരൊറ്റ നബിദിനത്തിനും അതേ റോഡ് ബ്ലോക്ക് ചെയ്തോ? മദീനയിൽ പ്രകടനം നടത്തിയോ? മദീനയിലെ ഊടുവഴികളിലൂടെ നബിദിന റാലി നടത്തിയോ? ഇല്ല. ബുഖാരി രേഖപ്പെടുത്തിയോ? ഇല്ല. അതുപോലെ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയോ? ഇല്ല. അബൂദാവൂദോ തുർമുദിയോ നസായിയോ ബൈഹഖിയോ ഇബ്നു മാജയോ അവരാരെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തോ? ആരും റിപ്പോർട്ട് ചെയ്തില്ല, ആരും രേഖപ്പെടുത്തിയില്ല.
എന്തുകൊണ്ടാണ് അങ്ങനെ? ഇസ്ലാമിൽ അതില്ലാത്തത് കൊണ്ടാണ്. ഇത് എന്റെ പ്രസംഗത്തിന്റെ തുടക്കം എന്ന നിലയിൽ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ. മതസമൂഹത്തിന്റെ അവസ്ഥ ഇതാണ്. എല്ലാ കാര്യം പരിശോധിച്ചാലും അത് മതത്തിൽ ഇല്ലാത്തതാണെന്ന് കാണാൻ കഴിയും. ഇന്ന് മുസ്ലിമീങ്ങളിൽ മഹാഭൂരിപക്ഷം ചെയ്യുന്ന 90% കാര്യങ്ങളും ഇസ്ലാമല്ല. ഇസ്ലാമിൽ ഉള്ളതല്ല, ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതല്ല. ഇവിടുത്തെ ഹൈന്ദവർ ചെയ്യുന്നത് വേദം പഠിപ്പിച്ചതല്ല, ഇവിടുത്തെ ക്രൈസ്തവർ ചെയ്യുന്നത് വേദം പഠിപ്പിച്ചതല്ല. ഞാൻ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. മതമറിയാത്ത മനുഷ്യലോകം എന്നത് ലളിതമായി നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷമല്ല ഇത്. ശാന്തമായ ഒരു സ്കൂൾ ഗ്രൗണ്ടിലാണ് നമ്മൾ സമ്മേളിക്കുന്നത്. ഉച്ചഭാഷണിയിലൂടെ അവിടെ ഇരുന്നിട്ടും പുറത്തു നിന്നിട്ടും ഒക്കെ ഇവിടെ ആർക്കും കയറിയിരിക്കാം, എല്ലാവർക്കും ഇവിടെ വരാം. ബാലേട്ടൻ ഇവിടെ കയറിയിരിക്കാം, ജോസഫിന് ഇവിടെ വന്നിരിക്കാം, രാമേട്ടൻ ഇവിടെ വന്നിരിക്കാം. മനുഷ്യരോടാണ് സംസാരം. മതമറിയാത്ത മുസ്ലിം ലോകം എന്നല്ല, മതമറിയാത്ത മനുഷ്യലോകം എന്നാണ്. 714 കോടി മനുഷ്യരെയുമാണ് നമ്മൾ ഇതുകൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെയല്ല. ഇവിടെ എന്റെ പ്രസംഗം കേൾക്കുന്ന നടന്നു പോകുന്ന ഒരു ഹിന്ദു സഹോദരനുണ്ടെങ്കിൽ നിങ്ങൾ നിന്നിട്ട് കേൾക്ക്. ജീവിതത്തിൽ ഒരു സിനിമ കാണൽ പോലെയല്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെയല്ല. ഇത് ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടും. നമ്മൾ പഠിക്കേണ്ടതാണ്. വീണ്ടും വിചാരത്തിന് അബദ്ധസഞ്ചാരങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോ സ്വാഭാവികമായി തിന്മ നന്മയായി മനുഷ്യന് തോന്നും. ഇതൊക്കെ നല്ലതാണ് എന്ന് മനുഷ്യന് തോന്നും. ഒരുപാട് കാലം ഒരു തിന്മ ചെയ്താൽ പിന്നെ ആ തിന്മയോട് മാനസികമായി നന്മയുടെ ആഭിമുഖ്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ 5000 കൊല്ലമൊക്കെ നമ്മൾ തുടർന്നു പോകുന്ന ഒരു കാര്യം പെട്ടെന്ന് തെറ്റാണെന്ന് പറയുമ്പോ അത് പറയുന്ന ആളോട് ഒരു കോപം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, വിരോധം ഉണ്ടാവും. പക്ഷേ തെറ്റിനെ തെറ്റ് എന്നല്ലാതെ ഒരു തെറ്റ് 5000 കൊല്ലം ആവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് അത് ശരിയാവോ? ഇല്ലല്ലോ സഹോദര. ഒരുപാട് കൊല്ലം ചെയ്യുന്നു എന്നുള്ളതല്ല, പ്രമാണങ്ങളിൽ അതുണ്ടോ? നമ്മൾ മതത്തെ പഠിക്കേണ്ടത് എങ്ങനെയാ? മതം പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പൊ ഹിന്ദു മതം പഠിക്കേണ്ടത് ഖുർആനിൽ നിന്നല്ല. ഹിന്ദു മതം പഠിക്കേണ്ടത് ഹിന്ദു വേദഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ആ വേദഗ്രന്ഥങ്ങൾ ആര് പഠിക്കുന്നുണ്ട്? ഇവിടെ ബാലന്റെയും കല്യാണിയുടെയും മകനായിട്ട് ഒരാൾ ജനിച്ച, ആ ജനിച്ചു വീണ വീട്ടിലെ വിശ്വാസം എന്താ, ആചാരം എന്താ, അനുഷ്ഠാനം എന്താ? തൊട്ടിലിൽ നിന്ന് തന്നെ അത് കണ്ടും കേട്ടും പഠിച്ചും വളരുന്ന ഈ 2 ദമ്പതികളുടെ മകനെ സംബന്ധിച്ചിടത്തോളം, സുരേഷിനെ സംബന്ധിച്ചിടത്തോളം, അച്ഛൻ വിഗ്രഹത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നതാ കണ്ടത്. അമ്മ വിഗ്രഹത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കണ്ടത്. അവന്റെ കണ്ണിൽ അതാണ് മതം, അതാണ് ഹിന്ദു മതം. പക്ഷേ ഞാൻ പറയുന്നു അത് ഹിന്ദു മതമല്ല. ആഹാ, ഇയാൾ ആരടാ? ഹിന്ദുമതം പറയാൻ ഇയാൾ ആരടാ? ഞാൻ ആരാന്ന് പ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എന്താ പറയണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കിയാൽ ഇതൊന്നും ശരിയല്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ എന്നാ പറയാ. സ്വാമി വിവേകാനന്ദൻ ഈ ചതുർവേദത്തെ ഹിന്ദു പ്രമാണമായി, അതുപോലെ ഉപനിഷത്തിനെ ഹിന്ദു പ്രമാണമായി, ഹൈന്ദവ ഗ്രന്ഥങ്ങളായി ഗണിക്കുന്നു. സ്വാമി ദയാനന്ദ സരസ്വതി ചതുർവേദങ്ങളാണ് ഹിന്ദുക്കളുടെ അഥവാ ഹിന്ദു മതത്തിന്റെ ആധാരശിലകളായി, പ്രമാണങ്ങളായി, ലൈറ്റ് ഓഫ് ട്രൂത്തിൽ എണ്ണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഋഗ്വേദം വായിച്ച് ഋഗ്വേദം പറയുന്ന പ്രകാരമാണ് ദൈവത്തെ ഉൾക്കൊള്ളേണ്ടത് എന്ന് വന്നാൽ, യജുർവേദം പറയുന്നതനുസരിച്ചാണ് ദൈവവിശ്വാസം രൂപപ്പെടുന്നത് എന്ന് വന്നാൽ, ഈ നാട്ടിലുള്ള പലതും തെറ്റായിരുന്നു എന്ന് മനസ്സിലാവും. വേദവുമായി നമ്മുടെ വിശ്വാസത്തെ കമ്പയർ ചെയ്യുക, വേദത്തിൽ പറയുന്നതുമായി നമ്മുടെ ആചാരങ്ങളെ കമ്പയർ ചെയ്യുക, വേദത്തിൽ പറയുന്നതുമായി നമ്മുടെ സ്വഭാവത്തെ താരതമ്യം ചെയ്യുക. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോഴാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന പലതും മതമല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക. അത് മതമല്ല, അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പിൽക്കാലത്ത് രൂപപ്പെട്ടു പോകുന്ന ആചാരമാണ്. ഞാനൊരു ഉദാഹരണം അതിന് പറയാം. ബാലേട്ടൻ ശ്രദ്ധിക്കണം, സുരേന്ദ്രൻ ശ്രദ്ധിക്കണം, ദേവകിയമ്മ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. എന്താണ്? ഇപ്പം വിഷുവിന് പടക്കം പൊട്ടിക്കുന്നു അല്ലേ? പടക്കശാലകൾക്ക് തീ പിടിച്ചിട്ട് വമ്പിച്ച ദുരന്തങ്ങൾ ഇന്ത്യയിൽ മുഴുവനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആന ചവിട്ടി മരിച്ചിട്ട് എത്രയോ മരണങ്ങൾ നടന്നിട്ടും മത ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആനല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഋഗ്വേദത്തിൽ ആന എഴുന്നള്ളത്തുന്ന ഒരു സമ്പ്രദായത്തെ പറ്റി പരാമർശമുണ്ടോ? യജുർവേദത്തിൽ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി വെടി പൊട്ടിക്കണം, അല്ലെങ്കിൽ കതിന വെടി പൊട്ടിക്കണം എന്ന് ചതുർവേദത്തിലുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, രസകരമാണ് ആ കാര്യം നമ്മൾ പഠിച്ചാല്. വെടിമരുന്ന് കണ്ടെത്തിയിട്ട് എത്ര കൊല്ലായി? അത് മാത്രം ചിന്തിച്ചാൽ മതി. ആ വെടിമരുന്ന് കണ്ടെത്തിയത് എന്തിനായിരുന്നു?
പാറ പൊട്ടിക്കാൻ വേണ്ടിയാണ് ആദ്യമായി വെടിമരുന്ന് ഉപയോഗിച്ച്. നോബൽ സമ്മാനം ലോകത്ത് ഏർപ്പെടുത്തി തന്നെ വെടിമരുന്ന് പിന്നെ മനുഷ്യനെ കൊല്ലാൻ ഉപയോഗിച്ചപ്പോഴാണ്. നോബൽ സമ്മാനം എന്നത് ലോകത്ത് നിലനിന്ന് തന്നെ അങ്ങനെയാണ്. അതിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയറിയാം. അവിടെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുക, വെടിമരുന്ന് കണ്ടെത്തിയതിനു ശേഷമാണല്ലോ പനോല പടകവും അതുപോലെ വേറെ ഏത് പടക്കങ്ങളും കതിന വെടികളും വെടിക്കെട്ടുകളും ഒക്കെ